രാഹുൽ മാങ്കൂത്തിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ഇനി MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടതല്ലേ? ഇത്രയും മാതൃകാപരമായി നടപടിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലില്ല. ആരോപണം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പിന്നെ ആരോപണം കുറച്ചും കൂടി കടുപ്പിച്ചപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിയമപരമായ വേദിയിൽ പരാതി വന്നപ്പോൾ ഒട്ടും ആലോചിക്കാതെ 24 മണിക്കൂറിനകം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇങ്ങനൊരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഏതാണുള്ളത്? അപ്പോൾ തികച്ചും വളരെ മാതൃകാപരമായൊരു നടപടിയാണ് കുറ്റ ആരോപിതനായ ഒരാൾക്കെതിരെടുത്തിട്ടുള്ളത്. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ MLA ആയിട്ട് നടക്കുന്നുണ്ട്. കൊല്ലമാണ് സ്വദേശം. കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. ബലാത്സംഗ കേസാണ്. ഇന്നുവരെ ഒരു നടപടി ആ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ CPM അല്ല കോൺഗ്രസ് ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെയാണ് പാർട്ടിയിൽ നിന്നും ഒരു MLA ആണ് പുറത്താക്കിയിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. MV ഗോവിന്ദ മാഷോട് ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, മുൻ MLA ആണ്, CPMൻ്റെ നേതാവാണ്, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ നിങ്ങളോട് പറഞ്ഞ എന്താ പറഞ്ഞത്? ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ എന്തിനാണ് നടപടി? അയാളിപ്പോൾ പാർട്ടി യോഗത്തിനൊന്നും വരുന്നില്ലല്ലോ എന്നാണ്. ഇതാണ് CPM. കോൺഗ്രസ് നേരെ തിരിച്ചാണ്, നിയമത്തിൻ്റെ കൂടെയാണ്. ഏത് ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമവ്യവസ്ഥയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ ആ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങണം. കാരണം ഈ രാജ്യത്ത് ഈ നിയമമെല്ലാം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റുകളാണ്. ആ നിയമം അനുസരിക്കാൻ ഞങ്ങളെല്ലാവരും ബാധ്യത ഉള്ള ആൾക്കാരാണ്. പിന്നെ പൊതുപ്രവർത്തകർ എപ്പോഴും മാതൃകാ പ്രവർത്തകരായിരിക്കണം. അപ്പോൾ രാഹുലായാലും മറ്റേത് വ്യക്തിയാണെങ്കിലും അത്തരത്തിൽ തെറ്റായ നടപടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവശാലും പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച സന്ദേശമാണ് ഇന്നലെ പാർട്ടി നൽകിയിട്ടുള്ളത്. കോൺഗ്രസിലുള്ള ഷഹനാസ് എന്ന് പറയുന്ന നേതാവ് നേരത്തെ തന്നെ പറഞ്ഞു, ഷാഫിയോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ രാഹുലിനെ കൊണ്ടുവരികയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുകയും MLA ആക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നതിൽ പാർട്ടിക്ക് ഒരു ജാഗ്രതക്കുറവുണ്ടാവും ഇത്തരത്തിലുള്ള നേതാക്കൾക്ക്? തീർച്ചയായിട്ടും. അതായത് നമുക്ക് പൊതുപ്രവർത്തകരാണ്, അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അല്ലാത്ത ആളുകൾക്ക് അവരെപ്പോഴാണെങ്കിലും പിടിവീഴും. അതാരായാലും പിടിവീഴും. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനമോ നിയമ സംവിധാനമോ അനുവദിക്കുന്നില്ല. അത് സ്വന്തമായിട്ടുള്ളത് CPMനാണ്. അതായത് പാർട്ടി അന്വേഷിക്കും. തീവ്രത കൂടുതലാണോ കുറവാണോ എന്ന് അവർ തീരുമാനിക്കും. നിയമവ്യവസ്ഥ അവർ തീരുമാനിക്കും. കോടതി അവരുടേതാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും പങ്കുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അത് സുതാര്യമായിട്ട് തന്നെ ജനം മുമ്പാകെ തന്നെ പരിശോധിക്കും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ഓക്കെ, അത് പോലീസ് പരാജയമല്ലേ? കേരളത്തിലെ പോലീസ് സമ്പൂർണ്ണ പരാജയമാണ്. ഇക്കാര്യത്തിൽ മാത്രമല്ല, 3 മാസം മുമ്പേ ആരോപണം ഉയർന്നു. എവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, യാതൊരു തെളിവും കിട്ടിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തത് ആരാ? പിണറായി വിജയൻ്റെ പോലീസല്ലേ, കോൺഗ്രസ് അല്ലല്ലോ, KPCC അല്ലല്ലോ. ഇപ്പോൾ പരാതി നേരിട്ട് കൊടുത്തപ്പോഴാണ് കേസെടുത്തത്. ഇനി അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. ഇനി അതും കോൺഗ്രസിൻ്റെ കറുത്ത കൈയുണ്ട് നിങ്ങൾ പറയോ? പിണറായി വിജയൻ്റെ പരാജയം ഈ കാര്യത്തിൽ മാത്രമല്ല. മുകേഷ് എന്നുള്ള MLA കുറ്റ ആരോപിതൻ മാത്രമല്ല, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ആളാണ്. അയാൾ നാട്ടിൽ കൂടെ നടക്കുന്നില്ലേ? നിങ്ങൾ ചാനലുകാരൊന്നും കോലും കൊണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല? എന്താ പോവാത്തത്? നിങ്ങൾക്ക് ഭയമാണ്. ആരെ ഭയം? ഭരണകൂടത്തെ ഭയമാണ്. ഭരണകൂടത്തെ ഭയമില്ല, നിർഭയമായി പ്രവർത്തിക്കേണ്ട ഈ നിയമ സംവിധാനത്തിലെ 4ാം തൂണാണ് മാധ്യമ പ്രവർത്തകർ. നിങ്ങൾ അതൊന്നും ആലോചിക്കുക. നിരവധി കേസ് പ്രതികളായ ആളുകൾ അകത്ത് കിടക്കുക. കുറ്റാരോപിതരായിട്ടുള്ള നിരവധി ആളുകൾ CPMൻ്റെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുക. ഞാൻ പേര് പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ അവരോടും ചോദിക്കുന്നില്ലോ. അപ്പം നിയമവ്യവസ്ഥ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടപ്പിലാക്കുക. കോൺഗ്രസ് അങ്ങനെയല്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അതിനൊരു തടസ്സവും ചരിത്രത്തിൽ കോൺഗ്രസ് തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. ഈ വിഷയത്തിലും വളരെ സുതാര്യമായ, ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയാണ് ഈ MLAക്ക് എതിർത്തുള്ളത്. നിലവിൽ സിറ്റിംഗ് MLA ആണ്. അയാളെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരിക്കുക. ആരോപണം വന്നിട്ടുള്ളൂ, FIR ഇട്ടിട്ടുള്ളൂ, കുറ്റം ആരോപിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ പാർട്ടി നടപടിയെടുത്ത് വളരെ മാതൃകാപരമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് മറ്റാർക്ക് കഴിയും?